വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ബാക്കിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ, കൊച്ചി മെട്രോയുടെ എറണാകുളം സൗത്ത് സ്റ്റേഷനാണ്. നമ്മളിവിടെ ആലുവയിലേക്ക് ഒരു യാത്ര പോകണം. ഞാൻ ഉള്ളിലേക്ക് പോകാം. ടിക്കറ്റ് എടുക്കുന്നത് എങ്ങനെയാണ്, ട്രെയിനിൽ കയറുന്നത് എങ്ങനെയാണ്, സെക്യൂരിറ്റി എല്ലാം ഞാൻ ഉള്ളിലോട്ട് കയറിയിട്ട് കാണിച്ചു തരാം. ഇതാണ് കൊച്ചി മെട്രോയുടെ എറണാകുളം സൗത്ത് സ്റ്റേഷൻ. ഇത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയാൽ തന്നെ നേരെ കാണാൻ പറ്റും. അവിടെ നിന്ന് ഒരു 150 മീറ്റർ ഉള്ളൂ എന്നാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ നേരെ കയറുമ്പോൾ തന്നെ ടിക്കറ്റ് കൗണ്ടറുണ്ട്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് ടിക്കറ്റ് എടുത്ത് നമ്മുടെ യാത്ര തുടങ്ങാം. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. നമുക്കിവിടുന്ന് ആലുവയിലേക്ക് 50 രൂപയാണ് ടിക്കറ്റ്. വാട്സപ്പ് ടിക്കറ്റ് വഴി എടുത്താൽ 45 ഉള്ളൂ. നമുക്കൊരു കൗണ്ടർ ടിക്കറ്റ് എടുക്കാം ഫോർ ചേഞ്ച്. ഇതാണ് ടിക്കറ്റ്. ബാലൻസ് മേടിക്കേണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ടിക്കറ്റ്. നമുക്ക് കൂടുതലോട്ട് പോകാം. കാർഡുമായിട്ട് പാസ് ചെയ്യുന്നതിന് വീഡിയോ എടുക്കാൻ ശ്രമിച്ചത് വീഡിയോ ആയില്ല. അതെന്തുകൊണ്ടോ അത് മറ്റേ സാധനമായതുള്ളൂ. എന്തെങ്കിലും അറിയാം, ഫോട്ടോ വന്നതുള്ളൂ. നമുക്കെന്നാൽ മുകളിലേക്ക് പോവാം. നമ്മുടെ ട്രെയിൻ ഏത് സൈഡിൽ നിന്ന് അറിയില്ല. നമുക്ക് എസ്കലേറ്റർ ഇറങ്ങി പോവാം. അപ്പോൾ കൊച്ചി മെട്രോയിലെ ടിക്കറ്റ് ഇങ്ങനെയാണ്. പേപ്പർ ടിക്കറ്റാണ് ഇവർ തരുന്നത്. ഇവരിപ്പോൾ കൊച്ചി 1 കാർഡ് ഹോൾഡറാണെങ്കിൽ 10 രൂപ ലാഭിച്ചിട്ടുണ്ടാകുന്നത്. ഞാൻ ശരിക്കും ഒരു കൊച്ചി 1 കാർഡ് ഹോൾഡറാണ്, പക്ഷേ എൻ്റെ കാർഡ് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഉണ്ടായിരുന്നു നമുക്കൊരു 10 രൂപ ലാഭം കിട്ടിയത്. വാട്സാപ്പ് വഴി എടുത്തില്ലെങ്കിൽ ഒരു 5 രൂപയും കുറഞ്ഞ് കിട്ടിയത്. കൗണ്ടറിൽ എടുക്കുമ്പോൾ 50 രൂപയാണ്, വാട്സാപ്പ് എടുക്കുമ്പോൾ 45, കാർഡിലാണെങ്കിൽ 40. അത്രയും വ്യത്യാസമുണ്ട്. നമുക്ക് മുകളിൽ പോവാം. നമുക്ക് ആലുവയിലോട്ടുള്ള ട്രെയിനാണ് പിടിക്കേണ്ടത്. നമ്മുടെ ഡെസ്റ്റിനേഷൻ ആലുവയാണ്. അപ്പോൾ ആലുവയിലോട്ടുള്ള ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 1 നിന്ന് പോകുന്നുണ്ട്. അടുത്ത ട്രെയിൻ 5 മിനിറ്റിൽ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പ്ലാറ്റ്ഫോം നമ്പർ 1ലേക്ക് പോകാം. ഇതാണ് കൊച്ചി മെട്രോ പ്ലാറ്റ്ഫോം. 3 കോച്ചിനുള്ളതാണ്. ഇവിടെ സീറ്റുണ്ട്. അതിലിരിക്കുന്ന സീറ്റ്സ് ആർ മെയ്ഡ് ഓഫ് റീസൈക്കിൾഡ് പ്ലാസ്റ്റിക്. ഇതിനൊക്കെ സംഭവം ഉണ്ടല്ലേ. ഒന്ന് ഇരുന്ന് നോക്കിയാലോ. ഒടിഞ്ഞു പോലായിരിക്കും. ഒരു ആട്ടോക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് സ്റ്റേഷൻ. നമ്മുടെ ട്രെയിനിന് 2 മിനിറ്റിൽ വരും, 3 മിനിറ്റിൽ വരും. ഓപ്പോസിറ്റ് ലൈനിൽ തൃപ്പൂണിത്തുറയിലേക്ക് ഇനി 6 മിനിറ്റിലാണ് ട്രെയിൻ ഉള്ളത്. അതാ കടന്നു വരുന്നത് നമ്മുടെ ട്രെയിൻ. പവൻ എന്നാണ് നമ്മുടെ ട്രെയിനിൻ്റെ പേര്. അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. വിചാരിച്ച ഒരു ട്രെയിൻ കാലിയൊന്നുമല്ല. ഇനി അങ്ങോട്ടുള്ള സ്റ്റേഷനുകളിൽ കാലിയാവുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ട്രെയിൻ വന്ന് എന്നിട്ട് ഉള്ളിലോട്ട് കയറാം. അവിടെ 2-3 കാലി സീറ്റുണ്ട്. മഹാരാജാസ് കോളേജ്. നമ്മൾ ജസ്റ്റ് കലൂർ സ്റ്റേഷനിലേക്ക് എത്തി. Please stand away from the doors. അവർ വരുന്ന കൈൻസ് കേട്ടോ, നല്ല രസമുണ്ട്. Please cooperate with our staff during security checks. സുരക്ഷാ പരിശോധനകൾക്കായി ഞങ്ങളുടെ ഉദ്യോഗസ്ഥരോട് നമ്മൾ ജസ്റ്റ് ലുലു മാളിലേക്ക് എത്തുന്നു. എടപ്പള്ളി ലുലു മാളിലേക്ക്. എടപ്പള്ളി പള്ളി, എടപ്പള്ളി പള്ളി, എടപ്പള്ളി സ്റ്റേഷൻ. അങ്ങനെ നമ്മൾ എടപ്പള്ളി സ്റ്റേഷനിലെത്തി. ഇവിടെയാണ് ഏറെക്കുറെ തിരക്കുണ്ടാകുന്നത്. Please stand away from the doors. അടിപൊളി. പത്തടിപ്പാലം ഇന്റൽ കോർപ്പറേഷൻ. Kochi Metro wishes you a safe and pleasant journey. അപ്പോൾ സ്പോൺസർ പേര് വിളിച്ചു പറയാം. Kochi Metro. മുട്ട.
keep your tickets ready for a comfortable travel through AFC gates. AFC ഗേറ്റിലൂടെയുള്ള സുഗമമായ യാത്രയ്ക്കായി നിങ്ങളുടെ ടിക്കറ്റുകൾ തയ്യാറാക്കി വയ്ക്കുക. Passengers who wish to visit Alua Private Bus Stand can deboard at ഇങ്ങനൊരു മൂവിങ് മാപ്പ് ഉണ്ട് അതിനകത്ത്. നമ്മൾ ജസ്റ്റ് എത്താതെ ആലുവയിൽ. കാണാൻ നാഷണൽ ഹൈവേ. നമ്മൾ ഏറെക്കുറെ ലാസ്റ്റ് സ്റ്റോപ്പിൽ ഇത് ആൽസ്റ്റോൺ ബിൽഡറേക്കാണ്. ഇവിടെ ബാംഗ്ലൂർ മെട്രോയിലുണ്ടായിരുന്നത് ബെമൽ ബിൽഡായിരുന്നു. ഇത് ആൽസ്റ്റോൺ ബിൽഡാണ്. Please mind. തിരിഞ്ഞ് മറിഞ്ഞ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ഇല്ല തോന്നുന്നു. ഇപ്പുറത്തെ സൈഡിലാണ് പ്ലാറ്റ്ഫോം. ഏത് സൈഡിലാണ് പ്ലാറ്റ്ഫോം എന്ന് നേരത്തെ അറിയിക്കുന്നില്ല. അത് കുറച്ചും കൂടി നേരത്തെ അറിയിക്കേണ്ടതല്ലേ. അപ്പം അങ്ങനെ നമ്മൾ ആലുവയിലെത്തി. ജസ്റ്റ് ട്രെയിനിൽ നിന്ന് ഇറങ്ങി അപ്പുറത്ത് കൂടെ നമുക്ക് താഴോട്ട് പോകാം. നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് പവനാണ് ഈ കിടക്കുന്നത്. തൊട്ടപ്പുറത്ത് ഗോദാവരി നിൽക്കുന്നുണ്ട്. നമുക്കെന്നാൽ ഇതുവഴി ഒരു എക്സിറ്റ് ഉണ്ട്. എക്സിറ്റ് വഴി നമുക്ക് താഴോട്ട് വരാം. ഇനി നമുക്ക് എക്സിറ്റ് പോകുന്ന വഴി കൂടെ പോകാം. നമുക്ക് മാർക്കറ്റ് ജംഗ്ഷൻ, നമുക്ക് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് സൈഡിലേക്ക് പോകാം. കാര്യം അവിടെ നിന്നാണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇതുള്ളത്, നമ്മുടെ മറ്റേ പവൻദൂത്. നമുക്ക് എയർപോർട്ടിലേക്കാണ് പോകുന്നത്. പവൻദൂത് മെട്രോന്ന് കയറി പോകും. നമുക്ക് അല്ലെങ്കിൽ ഇതുവഴി തന്നെ പുറത്തിറങ്ങാം. പുറത്ത് കൂടെ നമുക്ക് നടന്നു പോകും. ഇതുവഴി പുറത്തിറങ്ങാം. എങ്ങനെ പുറത്തിറങ്ങേണ്ടതെന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ QR കോഡ് ടിക്കറ്റ്. QR കോഡ് ഈ റെഡ് കളറിൽ സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്ത ഗേറ്റ് തുറക്കും. ഗേറ്റ് വഴി പുറത്തിറങ്ങും. ഇവിടെ ഒരു ബോർഡുണ്ട്, എയർപോർട്ട് ഫീഡ് ആൻഡ് ബസ് സർവീസ് എന്നാണ്. ഇതുവഴിയാണ് പോകേണ്ടത്. പിന്നെ അതിൽ കയറി നമ്മുടെ യാത്ര തുടരും. അപ്പോൾ അത് അടുത്ത വീഡിയോയുടെ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൊച്ചി മെട്രോയെ പറ്റി വളരെ ചെറിയൊരു കണ്ടൻ്റ് ആയിരുന്നു. നമുക്കിനി വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. എയർപോർട്ട് മെട്രോൻ്റെ വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരയ്ക്കും ബൈ. ഇവിടെ ഒരു ഐ ലവ് മെട്രോ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. ഇനി വേറൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.